ഞാനിവിടെ ഇരുന്ന് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബർ ഗുരുവിൻ്റെ കൂട്ട് നിങ്ങൾക്ക് ഫ്രണ്ട് ഇല്ലാത്തത് നിങ്ങൾക്ക് പൈസ ഇല്ലാത്തതുണ്ടോ, നിങ്ങൾ എൻ്റെ കോഴ്സ് ബൈ ചെയ്യണേ, ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചും ഉണ്ടാവത്തില്ല. ബട്ട് ഈ വീഡിയോ അങ്ങനല്ല. നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് റിയലി തോന്നുന്നില്ല ബ്രോ. വേറെ ഒരു ഡിസ്ട്രാക്ഷനും പോവാതെ ഫോക്കസ്ഡ് ആയിട്ട് കാണാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നാളെ മുതൽ യു വിൽ ഹാവ് ഫ്രണ്ട്സ്. അവിടെ ഉള്ളവർ നമ്മളെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടൊരു കാര്യമാണ് സോഷ്യൽ സ്കിൽസ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ബ്രോ, ആ സമയത്ത് ഞാൻ ബിൽഡ് ചെയ്ത സോഷ്യൽ സ്കിൽസ് കാരണമാണ് NSSൻ്റെ ലീഡർ ആവാൻ എനിക്ക് പറ്റിയത്. ആ സമയത്ത് ഞാൻ ബിൽഡ് ചെയ്ത സോഷ്യൽ സ്കിൽസ് കാരണമാണ് എനിക്ക് പിന്നെ ലൈൻ സെറ്റ് ആയത്. ആ സമയത്ത് ഞാൻ ബിൽഡ് ചെയ്ത സോഷ്യൽ സ്കിൽസ് കാരണമാണ് എനിക്കിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. സോ നിങ്ങൾക്കും പറ്റും. ബ്യൂട്ടിഫുൾ സൈക്കോളജിക്കൽ തിങ് ടു ഡു. ഒരു എക്സ്ട്രാ ട്രിപ്പും കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടെ. നിങ്ങളോട് സംസാരിക്കുക. ഇപ്പം എൻ്റെ പേര് ഞാൻ പറഞ്ഞു, അഭിഷേക് ഓറിയോൺ എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നിനക്ക് സംസാരിക്കാൻ കഴിവില്ലെങ്കിൽ നീ എന്നെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി ആൾക്കാരുടെ മുമ്പിലിട്ട് ഇങ്ങനെ നാണം കെടുത്തല്. നിങ്ങളിത് എനിക്ക് വേണ്ടി ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പെങ്കൊച്ച്, നിങ്ങൾ ആദ്യമായിട്ട് അവളോട് മിണ്ടാൻ പോകും. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് എനിക്കൊരു പെങ്കൊച്ചിനെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അവളോട് എങ്ങനെ സംസാരിക്കും, ഈ കാര്യങ്ങളൊന്നും എനിക്കറിയാം. അപ്പം ഞാൻ ഭയങ്കര പൊട്ടനെ. എനിക്കപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇവനോട് മാത്രമേ ഞാൻ മിണ്ടത്തുള്ളൂ, വേറെ ആരോടും ഞാൻ മിണ്ടത്തുള്ളൂ. എനിക്ക് അങ്ങനെ അറിയത്തില്ല റിയലി. എനിക്ക് നിങ്ങളോടല്ല ഞാൻ ഭയങ്കര ഫ്രീക്കനായിരുന്നു എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ അല്ല, റിയാലിറ്റി അതല്ല. അപ്പോൾ എനിക്ക് ഇവരോട് ഇങ്ങനെ ഇഷ്ടമുണ്ട്, പറയണമെന്നുണ്ട്, നേരിട്ട് സംസാരിക്കണമെന്ന്. അപ്പം ഞാൻ ഇത് ഇവനോട് പറയുന്നുണ്ട്, എടാ എനിക്കൊന്നും നീ സെറ്റാക്കി തരാം, ഞാൻ സംസാരിക്കാം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇവനോട് പറഞ്ഞു, എടാ എന്തായാലും ഇന്ന് തീരുമാനിക്കണം, ഇന്ന് പോയി സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കറക്റ്റായിട്ട് എന്താ പറയണ്ടേ ഒന്നും അറിയത്തില്ല. എന്തായാലും ഇഷ്ടമാണോ അല്ലയോ ഇന്ന് പോയി അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോവാം. അപ്പൊ ഇത് എന്റെ ക്ലാസ് അല്ല, ഇത് വേറൊരു ബാച്ചാ, 10ന്റെ തന്നെ വേറൊരു ബാച്ചാ. അപ്പൊ അങ്ങോട്ട് പോകണം. അപ്പൊ ഞാനും അവനോട് അങ്ങോട്ട് ഇങ്ങനെ പോവാം. അപ്പൊ ഞാനിങ്ങനെ വെളിയിൽ നിൽക്കുവോ, ഇവൻ അകത്തോട്ടേ, അവന് വേറെ ഏതോ പെങ്കൊച്ചിനെ അറിയാം, അവളെ വിളിക്കാൻ വേണ്ടി ഇവൻ അകത്തോട്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ സൈഡിൽ ഇരിക്കും. അപ്പൊ ഇതാണ് അവരുടെ ബിൽഡിങ്, റൈറ്റ്? ഈ ബിൽഡിങ്ങിന് ഇങ്ങനെ ഇറങ്ങിയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇവിടെ നിൽക്കുക, ഗ്രൗണ്ടിൽ ഇങ്ങനെ നോക്കിയിട്ട്, ഇങ്ങനെ ആരെങ്കിലും എന്നെ നോക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് അവനും കൂടെ വന്നു, വേറൊരു കൂട്ടുകാരികളുണ്ട്, അവനും ആ കൂട്ടുകാരും കൂടെ അവിടെ ഇരുന്നു. ഇവൾ എൻ്റെ നേരെ ഇങ്ങനെ നടന്നു വരുമോ ബ്രോ. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, യൂണിഫോം ഒക്കെ ഇട്ടിട്ട്, മുടിയൊക്കെ ഇങ്ങനെ പിന്നി, ക്ലിപ്പൊക്കെ ഇങ്ങനെ വെച്ചിട്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കല്ലേ ഞാൻ. ഇവളെ ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല. എന്നെ തന്നെ നോക്കി വെക്കുമോ ബ്രോ. എനിക്കെന്തോ ഒരുമാതിരി ഇവിടെ വയറ്റിൽ നിന്ന് എഴുതി ഇങ്ങനെ എന്തോ കയറി വരുന്നതിനോട് തോന്നുന്നുണ്ട്. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. ഇവളിങ്ങനെ അടുത്ത് വന്നു, എന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുവോ. അവനൊന്നുമില്ല, ഞാൻ വിചാരിച്ച അവനും കൂടെ കാണുന്നു. എനിക്കെന്തോ പറയണ്ട ഒന്നും അറിയത്തില്ല. റിയലി ഞാൻ ഇങ്ങനെ ഇരിക്കുക. അവളെന്നെ മുഖത്ത് നോക്കി, ഞങ്ങൾ മിണ്ടിയൊന്നുമില്ല. അവളെന്നെ മുഖത്ത് നോക്കി. അവളെന്നോട് ചോദിച്ചു എന്താ പ്രശ്നമെന്ന്. അപ്പൊ ഞാൻ സത്യത്തിൽ ഇങ്ങനെ, പ്രശ്നമൊന്നുമില്ല എന്താ. ഞാൻ അങ്ങനെ റിപ്ലൈ കൊടുത്തത്, പ്രശ്നമൊന്നുമില്ല എന്താ. അവളെ വിളിച്ചുകൊണ്ട് വന്ന അവൻ അവിടെ കണ്ട് നിൽക്കുവോ. ഇവള് പെട്ടെന്ന് ഒന്നും പറയാതെ തിരിഞ്ഞു. ഞാൻ ഇങ്ങനെ നിൽക്കുമോ മയിര്. എനിക്ക് പിന്നെ പോയി എന്തെങ്കിലും പറയണമെന്നുണ്ട്, ഇത് നാണക്കേടല്ലയോ. നേരെ അങ്ങോട്ട് ഇരുന്നു. അവനോട് അവൾ എന്തോ പറഞ്ഞു, ഞാനില്ല മൊണ്ണയുടെ കൂട്ട്, റിയലി ബ്രോ, മൊണ്ണയുടെ കൂട്ട് അവിടെ ഇങ്ങനെ നിൽക്കുവോ, മരമുണ്ട്, ഇങ്ങനെ നിൽക്കുവോ, എന്തോ ചെയ്യാനാ. അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അവൻ നല്ല ഫയർ ചെയ്തു, എടാ നിനക്ക് പറ്റത്തില്ലെങ്കിൽ നീ പണിക്ക് പോകരുത്. അങ്ങനെ തന്നെ പറഞ്ഞത്. കാരണം ഒരാളോട് സംസാരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ആ സമയത്ത് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ നിനക്ക് പെൺകുട്ടിയോട് സംസാരിക്കാൻ പേടിയുണ്ടെങ്കിൽ നീ ആദ്യം കുറച്ച് ഫ്രണ്ട്സിനെ സെറ്റ് ചെയ്യും, ആദ്യം കുറച്ച് ആൾക്കാരോട് നീ സംസാരിക്കും, നീ ഇങ്ങനെ ഇൻട്രോവേർട്ട് ആയിട്ട് ഇങ്ങനെ പൊട്ടന്റെ കൂട്ടി ഇരിക്കാതെ. ആ പറഞ്ഞ കാര്യം റിയലി അവൻ ആ ദേഷ്യപ്പെട്ടാ പറഞ്ഞ, അവൻ നാണം കെട്ടിട്ടാ അവനെ എന്തോ പറഞ്ഞത് എനിക്കറിയത്തില്ല. അവൻ ആ പറഞ്ഞ കാര്യം റിയലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു 10ാം ക്ലാസ്സിൽ പഠിച്ച പൊട്ടൻ, ഇൻട്രോവേർട്ട്, ആരോടും സംസാരിക്കാൻ അറിയാത്ത ഡിപ്രഷനിൽ ഇരിക്കുന്ന ഒരാളായ ഞാൻ ഒരു 2 to 3 months കൊണ്ട് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഷ്യൽ സ്കിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് ഞാൻ മാറി. ഞാൻ എല്ലാവരോടും ഹാപ്പി ആയിട്ട് സംസാരിക്കും. ഞാൻ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ബ്രോ, ആ സമയത്ത് ഞാൻ ബിൽഡ് ചെയ്ത സോഷ്യൽ സ്കിൽസ് കാരണമാണ് NSSൻ്റെ ലീഡർ ആവാൻ എനിക്ക് പറ്റിയത്. ആ സമയത്ത് ഞാൻ ബിൽഡ് ചെയ്ത സോഷ്യൽ സ്കിൽസ് കാരണമാണ് എനിക്ക് പിന്നെ ലൈൻ സെറ്റ് ആയത്. ആ സമയത്ത് ഞാൻ ബിൽഡ് ചെയ്ത സോഷ്യൽ സ്കിൽസ് കാരണമാണ് എനിക്കിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. സോ നിങ്ങൾക്കും പറ്റും. സെക്ഷൻ 1, അണ്ടർസ്റ്റാൻഡ് ദ ഗെയിം. ഇപ്പൊ ചിലവന്മാർ പറഞ്ഞുകൊണ്ടിരും, ഓ ബ്രോ എനിക്ക് ഫ്രണ്ട്സിനെ സെറ്റ് ആക്കാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞു തരുമോ ബ്രോ, എനിക്ക് ലൈനെ സെറ്റ് ആക്കണം ബ്രോ, എനിക്ക് ലൈനെ സെറ്റ് ആക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞു തരുമോ ബ്രോ, എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം ബ്രോ, ഒരു ട്രിക്ക് പറഞ്ഞു തരുമോ ബ്രോ. അണ്ടർസ്റ്റാൻഡ് ദ ഗെയിം. ഇതൊരു ഗെയിമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഈ ഗെയിം നമുക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് റൂൾസ് എന്തൊക്കെയാണ്, ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ബ്രോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ തൊട്ട് നിങ്ങൾക്ക് ട്രിക്ക് ഇല്ലാത്തതുകൊണ്ടല്ല നിങ്ങൾക്ക് ആൾക്കാരോട് റിയലി സംസാരിക്കാൻ പറ്റാത്തത്. അങ്ങനെ ആണെന്ന് വല്ല പൊട്ടന്മാരും പറഞ്ഞുതരും, ഞാൻ പറയുന്നത് ശരിയാണ് ബ്രോ. എനിക്കും അറിയാം നമുക്ക് ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് സൈക്കോളജി യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് മാനിപ്പുലേഷൻ യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് പെർസുവേഷൻ യൂസ് ചെയ്യാൻ പറ്റും.
പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിയൽ ഇവിടുത്തെ പ്രോബ്ലം എന്താണ്. ഈ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റൂൾസ് എന്തൊക്കെയാണ്. നിങ്ങൾ ഇതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ. നിങ്ങളിപ്പോൾ ട്രെയിനിൽ ഒരിടത്തോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, റൈറ്റ്? നിങ്ങളുടെ ഫ്രണ്ടിലത്തെ സീറ്റ് കാലിയായി കിടക്കുന്നു. പെട്ടെന്ന് ഒരാൾ അവിടെ വന്ന് ഇരിക്കുന്നു, ഒരു നീല ഡ്രസ്സൊക്കെ ഇട്ട് ഇഞ്ചൊക്കെ ചെയ്ത് ഒരു റൂഡെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാൾ അവിടെ വന്നിരിക്കുന്നു. അയാളോട് നിങ്ങൾക്ക് റിയലി സംസാരിക്കാൻ പറ്റുമോ? അയാളുടെ പേരെന്താണ്, അയാളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇങ്ങനൊരു കാര്യം ജസ്റ്റ് നിങ്ങൾക്ക് സംസാരിച്ചൊന്ന് പരിചയപ്പെടാൻ പറ്റുമോ? ഇല്ല. അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങളുടെ മുമ്പിൽ അയാൾ ഇരിപ്പുണ്ട്, ഇല്ലേ? ഇമാജിൻ ചെയ്ത് നോക്കും, നിങ്ങളുടെ മുമ്പിൽ അയാൾ ഇരിപ്പുണ്ട്, നിങ്ങളിങ്ങനെ സംസാരിക്കാൻ വരിക. അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വോയിസ് നമ്മുടെ മൈൻഡിൽ വരും. എടാ വേണ്ട, എടാ ഇപ്പൊ ചെയ്യണ്ട, അയാൾ കണ്ടിട്ട് റൂഡായിട്ടിരിക്കോ, അയാൾ എന്തായാലും നിന്നോട് മറുപടി ചെയ്യാൻ പറയത്തില്ല, അയാൾ നിന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ടാ, എടാ ഇപ്പൊ ചെയ്യില്ല. ഇങ്ങനെ ഒരു ടോക്ക് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. വൈ? ഇപ്പൊ ചിലവന്മാർ പറയും, ഓ ബ്രോ അതൊന്നും അല്ല, എനിക്ക് സംസാരിക്കാനൊക്കെ പറ്റും, പക്ഷെ എനിക്ക് സംസാരിക്കാൻ ടോപ്പിക് ഇല്ല, എനിക്ക് അയാളെ അറിയത്തില്ല. ബ്രോ, ഇതുപോലുള്ള കോപ്പിംഗ് മെക്കാനിസം നമ്മൾ പറയരുത്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറയും, ആ ട്രെയിനിൽ ഇരുന്ന ആളോട് സംസാരിക്കാൻ ഞാൻ നിങ്ങളോട് പറയുമ്പം നിങ്ങളുടെ ഉള്ളിൽ റെസ്ട്രിക്ഷൻ വരികയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ വോയിസ് ഇങ്ങനെ കിടന്ന് അടിക്കുകയാണ്, പടപടാന്ന് അടിക്കുന്നു. നമുക്ക് ഒരുപാട് ആങ്സൈറ്റി ഇങ്ങനെ വരുന്നു. നമ്മൾ റിയലി അവിടെ നിന്ന് സംസാരിക്കാൻ പോകുമ്പം നമ്മൾ ബ്ലാങ്ക് ഔട്ട് ആയിപ്പോവും. ഞാൻ നേരത്തെ ആ പെങ്കൊച്ചിനോട് സംസാരിക്കാൻ പോയപ്പോൾ ബ്ലാങ്ക് ഔട്ട് ആയിപ്പോവും. സോ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റാത്തത്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ വായിൽ നിന്ന് വെടിവെച്ചതിൻ്റെ കൂട്ട് വാക്കുകൾ വരാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. നമുക്ക് ആ വോയിസ് ഇങ്ങനെ നമ്മുടെ മൈൻഡ് നമ്മൾ സംസാരിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ അടുത്ത ദിവസം ട്രെയിനിലോ ബസ്സിലോ കോളേജിലോ ഒക്കെ പോകുമ്പോൾ ഇന്ററാക്ട് ചെയ്യാൻ അടിപൊളിയായിരിക്കും, നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു ലൈൻ ആയിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? നമ്മുടെ ഉള്ളിൽ ഈ വോയിസ് ഇങ്ങനെ കിടന്ന് അടിക്കും. സോ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ വോയിസ് ഉണ്ട് എന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഐഡന്റിഫൈ ചെയ്യുക. എങ്ങനെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഔട്ട് ഓഫ് 10 എത്രമാത്രം റെസ്ട്രിക്ഷൻ നിങ്ങൾക്കുണ്ട്, നിങ്ങൾ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്ത് നോക്കി. നിങ്ങൾ ആൾക്കാരോട് മിണ്ടുമ്പം എത്രമാത്രം തോട്ട് ഇങ്ങനെ വരുന്നുണ്ട്, എത്രമാത്രം ആ തോട്ട് നമ്മളെ അവിടെ തന്നെ പിടിച്ചിരുത്തുന്നുണ്ട്, എത്രമാത്രം ആ തോട്ടാണ് നമ്മുടെ ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. ബ്രോ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് സോഷ്യൽ സ്കിൽസ് ഇല്ലെങ്കിൽ നമുക്ക് റിയലി സന്തോഷം കാണുമോ ബ്രോ? നമ്മൾ ഇപ്പോഴത്തെ ഈ സൊസൈറ്റി പറയുന്നതിൻ്റെ കൂട്ട് ഇങ്ങനെ ഇൻട്രോവേർട്ട് ആയിട്ട് ഫോണിൽ തന്നെ നോക്കി വല്ലവന്മാരുടെ ലൈവ് ഇങ്ങനെ കണ്ട് ജീവിക്കേണ്ട ഒരാൾക്കാരല്ല. നമ്മൾ പുറത്തോട്ട് പോയി ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നമ്മൾ ഒരുമിച്ച് ഹണ്ടിന് പോയിട്ടുള്ള സ്പീഷീസ് ആണ്, അല്ലേ? അവരിപ്പോൾ അടച്ചു കുത്തി ഇങ്ങനെ ഇരിക്കുന്ന ഒരു റൂമിനകത്ത്, ആരോടും മിണ്ടുന്നില്ല, ആരോടും ഇതില്ല. നമുക്ക് ഉറപ്പായിട്ടും ഡിപ്രഷൻ വരും. ഇതുകൊണ്ടാണ് ബ്രോ നമുക്ക് സന്തോഷമില്ലാത്തത്. ഇതുകൊണ്ടാണ് ബ്രോ. സത്യം നമുക്ക് രണ്ടുപേർക്കും അറിയാം, നമ്മൾ രണ്ടുപേരും ആ സിറ്റുവേഷനിൽ ഇരുന്നിട്ടൊരാളാണ്. ആ വോയിസ് എന്ന് പറഞ്ഞാൽ, ആ കേൾക്കുന്ന റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർ ഈവിൾ ആണ് ബ്രോ. പ്യുവർ നമ്മുടെ ശത്രുവാണ്. പ്യുവർ റാറ്റ് മൈൻഡ് സെറ്റ് ആണ് ബ്രോ. ഒരിക്കലും അതിനെ നിങ്ങൾ കേൾക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് ഗെയിം മനസ്സിലായോ? ഈ ഗെയിം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ ബ്രോ. എങ്ങനെ നമുക്ക് റിയലി ആ വോയിസിനെ നമ്മുടെ ലൈഫിൽ നിന്നും ഇല്ലാതാക്കാൻ പറ്റും? നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, ഒരു കാര്യം, ജസ്റ്റ് ഇഗ്നോർ ദ വോയിസ്. ഒഴിവാക്കുക, ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക ആ വോയിസിനെ. ആ ഒരു വഴി മാത്രമേ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒന്ന് റിയലി ഒന്ന് ഡീപ്പായിട്ട് തിങ്ക് ചെയ്ത് നോക്കിയ ബ്രോ. റിയലി അതെന്താണ്? റിയലി അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വോയിസ് ആണല്ലേ. ആ വോയിസിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ അതിന് ശക്തിയുണ്ടോ? നിങ്ങളുടെ മൈൻഡിലേക്ക് കയറാൻ, നിങ്ങളുടെ ആക്ഷനെ കൺട്രോൾ ചെയ്യാൻ ശക്തിയുണ്ടോ? ഇല്ല. നിങ്ങൾ ഇഗ്നോർ ചെയ്തില്ല, ആ മൈൻഡ് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറയാം എന്നോട്, അപ്പൊ നിങ്ങൾക്ക് കുറെ തോട്ട് ഈ ചേട്ടൻ ജഡ്ജ് ചെയ്യും, ഈ ചേട്ടൻ അങ്ങനെ ഇങ്ങനെ കുറെ തോട്ട് വരുന്നു. ആ തോട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഇസ് ദ പ്രോബ്ലം. സോ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് മൂവ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇഗ്നോർ ദ തോട്ട്. സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ സെലക്ട് ദ പ്ലേസ് ആൻഡ് അറ്റാക്ക് വിത്ത് സോഷ്യൽ സ്കിൽസ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് സോഷ്യൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം. നമുക്ക് ഒരിക്കലും റാറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ടിന്റെ കൂട്ടുള്ള ഇങ്ങനെ ഗെയിം കളിച്ച് ലൈഫ് കൊണ്ടുപോയി നോർമൽ ഒരു പിയോൺ പെർസൺ ലൈഫ് അല്ല നമുക്ക് വേണ്ടത്, അല്ലേ? ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ ഒരു സ്ഥലം റിയലി സെലക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ സോഷ്യൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പോവാം. നിങ്ങളുടെ വീടായിരിക്കാം, അത് നിങ്ങളുടെ ജിം ആയിരിക്കാം, നിങ്ങളുടെ കോളേജ് ആയിരിക്കാം, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏരിയ ആയിരിക്കാം, എന്തായിക്കോട്ടെ. ആ പ്ലേസിൽ പല പ്ലേസ് ഉണ്ടായിരിക്കില്ലേ, ആ പ്ലേസിൽ നിങ്ങൾ പോകുമ്പോൾ അതൊരു ബാറ്റിൽ ഫീൽഡ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. അവിടെ നമുക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ, അവിടെ ഉള്ളവർ നമ്മളെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് സോഷ്യൽ സ്കിൽസ്. നിങ്ങൾ അവിടെ സോഷ്യൽ സ്കിൽസ് ഇംപ്ലിമെന്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ട്, നമുക്ക് ഹാപ്പിനെസ് വേണമെങ്കിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ഒരാളല്ലേ, എലോൺ ആയിട്ട് ലോൺലി ആയിട്ട് ഞാൻ ലോൺ വൂൾഫ് എന്നിട്ട് സൂയിസൈഡ് ചെയ്ത് ചാവാനുള്ളവരല്ല നമ്മൾ.
നമ്മൾ റിയലി ആൾക്കാരുമായിട്ട് ഹാപ്പി ആയിട്ട് ഒരുമിച്ച് ഫുഡ് കഴിച്ച് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ടവരാണ്. വി നീഡ് ടു ഹാവ് വൺ സ്കിൽ, ദാറ്റ് ഈസ് സോഷ്യൽ സ്കിൽസ്. ഈ ആയുധം, ഈ വജ്രായുധം നമ്മുടെ കയ്യിൽ വേണം. ഓ ബ്രോ, ഞാൻ കുറേ വട്ടം സോഷ്യൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ബ്രോ, അയ്യോ എനിക്ക് പറ്റുന്നേ ഇല്ലെന്നാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജിമ്മിൽ പോകുന്നതിൻ്റെ തൊട്ട്, നമ്മൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നതിൻ്റെ തൊട്ട്, നമ്മൾ ഈവൻ കുഞ്ഞായപ്പോൾ ഇത് നടക്കാൻ ശ്രമിക്കുന്നതിൻ്റെ തൊട്ട് ഇതും ഒരു സ്കില്ലാണ് ബ്രോ. സോഷ്യൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ പ്യൂർലി അതൊരു സ്കില്ലാണ്. പാട്ട് പാടുന്നവർക്ക് ഒരു സ്കിൽ അവരുണ്ടാക്കി എടുക്കുന്നതിൻ്റെ തൊട്ട് ഇതും ഒരു സ്കിൽ ആണ്. ജന്മന പാട്ടുപാടാൻ ഉള്ളവരുണ്ടായിരിക്കാം, അതാണ് എക്സ്ട്രീം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ളവർ. ഞാൻ അങ്ങനെ ഒരാളല്ല, ഞാൻ പ്യൂർലി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ അവിടെ നിന്ന് ആംബിവേർട്ടിലേക്ക് മാറിയതാണ് കഷ്ടപ്പെട്ട്. ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും. യു നീഡ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. ആ ബിലീഫ് നമുക്കുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ വോയിസ് നിങ്ങളെ കൺട്രോൾ ചെയ്യത്തില്ല. ഇവരും ബേസിക്കും ബട്ട് പവർഫുള്ളും ആയിട്ടുള്ള ഈ 3 കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. അതിൽ മാത്രം നമ്മൾ ഫോക്കസ് കൊടുത്താൽ മതി. ഒന്ന്, ഇതൊരു ബാറ്റിൽ ഫീൽഡാണ് ഇല്ലേ. ഞാൻ നിങ്ങളോട് പറഞ്ഞ ജിം ആയാലും കോളേജ് ആയാലും സ്കൂൾ ആയാലും നിങ്ങളുടെ വർക്കിംഗ് ഏരിയ ആയാലും എല്ലാം ഒരു ബാറ്റിൽ ഫീൽഡാണ്. നമ്മളൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ, നമ്മൾ ജിമ്മിലായിരിക്കും കോളേജിലായിരിക്കും എവിടെ പോകുമ്പോഴും അവിടെ ചില ആൾക്കാർ കാണും അല്ലേ. നിങ്ങളുടെ ടാർഗറ്റിനെ നിങ്ങൾ ലോക്ക് ചെയ്യുക. നമ്പർ 1 നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. നമുക്കൊരു ടാർഗറ്റ് ആണ്, കുറച്ച് ഹാപ്പി ആയിട്ടുള്ള, കുറച്ച് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള, ഇങ്ങോട്ട് സംസാരിക്കുന്നത്. ഒരിക്കലും മിസറബിൾ ആയിട്ടുള്ള ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളെ നമ്മൾ ലോക്ക് ചെയ്യില്ല, ടാർഗറ്റ് ലോക്ക് ചെയ്യില്ല. ഇപ്പോഴും ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്ന, കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്ന, നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ ഒരാളുടെ ഇമേജ് വന്നിട്ടില്ലേ, അയാൾ തന്നെ. ആ ടാർഗറ്റിനെ നമ്മൾ ലോക്ക് ചെയ്യുക. നമ്മൾ ടാർഗറ്റ് ലോക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് 2 കാര്യങ്ങളാണ്, ഒരു ബ്രഹ്മോസും ഒരു ആകാശ് ഡിഫൻസ് സിസ്റ്റം. ഞാൻ എന്താണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം ബ്രോ. ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാർഗറ്റിനെ ലോക്ക് ചെയ്തു, ആ വ്യക്തി, ആ പെങ്കൊച്ചിനെ നമ്മൾ ലോക്ക് ചെയ്തു, റൈറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഈ ഐ കോണ്ടാക്ട് ആണ്. നമ്മൾ അവരെ ലോക്ക് ചെയ്തു. ഓക്കെ, അവർ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്, ഭയങ്കര റൂഡായിട്ടുള്ള ഒരാളൊന്നുമല്ല, സംസാരിക്കാൻ ഒരുവിധം കുഴപ്പമില്ലാത്ത ഒരാളാണ്. ഓക്കെ, അവരെ നമ്മൾ ലോക്ക് ചെയ്തു. സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളെ നമുക്കറിയത്തില്ല, സ്ട്രേഞ്ചർ ആയിട്ടുള്ളവരെ നമ്മൾ ലോക്ക് ചെയ്തു. നമ്മുടെ ബ്രഹ്മോസ് അങ്ങോട്ട് അയക്കുക എന്ന് വെച്ചാൽ ഐ കോണ്ടാക്ട്. നിങ്ങളുടെ ഐ കോണ്ടാക്ട് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ചെയ്തേ പറ്റൂ. ബ്രോ. നിങ്ങൾക്ക് ഒരു ടാർഗറ്റിന് ഹിറ്റ് ചെയ്യണം, നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾക്ക് ഹിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ശത്രു അല്ല അയാൾ, പക്ഷെ ശത്രുവിനെ നിങ്ങൾക്ക് ഹിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൻ ആയത് അങ്ങോട്ട് അയക്കണം ഇല്ലേ. സോ ഈ സോഷ്യൽ സ്കിൽസിന്റെ കാര്യത്തിൽ നമ്മുടെ ശത്രു ആരാ? നമ്മുടെ ആ വോയിസിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ആക്ഷൻസ് ചെയ്യണം. സോ നിങ്ങൾ ആദ്യം അയാൾക്ക് ഐ കോണ്ടാക്ട് കൊടുക്കുക. നിങ്ങൾ ബ്രഹ്മോസ് മിസൈൽ അയാൾക്ക് അയച്ചു. അപ്പോൾ എന്ത് ചെയ്യും? ചിലവന്മാരുണ്ടല്ലോ, ഇങ്ങനെ കണ്ണുവെട്ടിക്കും, ഇങ്ങനെയൊക്കെ കണ്ണുവെട്ടിക്കും, റൈറ്റ്. പെടൽ കൊടുക്കുക നേരത്തെ. അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ണുവെട്ടിക്കും. സത്യത്തിൽ കണ്ണുവെട്ടിക്കുന്നവർ എന്താ ചെയ്യുന്ന അറിയോ? അവന്മാർ പക്ക ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവർ, അവന്മാർക്ക് സംസാരിക്കാൻ അങ്ങനെ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോകുന്നവന്മാരാ. ഇത് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും വിഷമിക്കില്ല, ഓ അവന്മാർ എന്നോട് സംസാരിക്കത്തില്ല, ഇത് ശരിയായില്ല. നോ 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 ബ്രോ, ഇത് പ്യൂർലി ഒരു നമ്പേഴ്സ് ഗെയിമാണ്. നമ്മൾ എന്തായാലും അവന് ബ്രഹ്മോസ് അയച്ചു, മിസൈൽ അയച്ചു, നമ്മുടെ ഐ കോണ്ടാക്ട് അയച്ചു, അവൻ അങ്ങോട്ടും ഇങ്ങോട്ട് വെടിച്ചു. പക്ഷെ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. പക്ഷെ ഇതിനെ ഓവർകം ചെയ്യാൻ നമുക്കൊരു ഡിഫൻസ് സിസ്റ്റം വേണം. അവൻ വെട്ടിച്ചു പോകുമ്പോൾ നമുക്ക് വിഷമാവത്തില്ലേ, അപ്പൊ അവൻ ഇങ്ങോട്ട് മിസൈൽ അയക്കുക, റൈറ്റ്. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് ഒരു ഡിഫൻസ് സിസ്റ്റം വേണം. ആ ഡിഫൻസ് സിസ്റ്റമാണ് നമ്മുടെ സ്മൈൽ എന്ന് പറയുന്നത്. ഇമാജിൻ ചെയ്ത് നോക്കൂ ബ്രോ, നിങ്ങൾ നാളെ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളെ കാണുന്നു, റൈറ്റ്. നിങ്ങൾ ഇങ്ങനെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുക, അയാൾ അപ്പുറത്ത് വന്നു. അപ്പൊ അയാൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ആൾക്കാരൊക്കെ സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെ അയാൾ എല്ലാവരും നോക്കുന്നുണ്ട്. നിങ്ങളെ അങ്ങനെ നോക്കി, നിങ്ങളിങ്ങനെ വെട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു കോൺവെർസേഷൻ ആയിരിക്കും നഷ്ടപ്പെടുന്നത് ഇല്ലേ. നമ്മുടെ സോഷ്യൽ സ്കിൽസ് ആയിരിക്കും അവിടെ നഷ്ടപ്പെടുന്നത്. സോ അയാൾ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളും ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ അവിടെ ഒരു സ്മൈല് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ ഐസ് മെൽറ്റായി. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ 2 പോയിന്റ്സ് ചെയ്യത്തില്ല. ഈ 2 പോയിന്റ് ചെയ്യാതെ എങ്ങനെ നമുക്ക് നമ്മുടെ സോഷ്യൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. പൊട്ടന്മാരുടെ ഓ എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, എനിക്ക് ലുക്ക് ഇല്ലാത്തതുകൊണ്ടാണ്, എനിക്ക് മുടി ഇല്ലാത്തതുകൊണ്ടാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഇൻസെക്യൂർ ആയിട്ടിരിക്കുന്നത്, ഡിപ്രസ്ഡ് ആയിട്ട്, സാഡായിട്ടിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തുനിന്ന് ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഡു ദിസ് 3 തിങ്സ്. നിങ്ങൾ ടാർഗറ്റ് ലോക്ക് ചെയ്യുക, നമ്മുടെ മിസൈൽ അയക്കുക, ആൻഡ് ഡിഫൻസ് സിസ്റ്റം ഓൺ ആക്കുക. ആരാണോ നിങ്ങൾക്ക് തോന്നുന്നത് ഓക്കെ എനിക്ക് ഇയാളോട് സംസാരിക്കണമെന്ന് തോന്നുന്നത്, അയാളെ നമ്മൾ ലോക്ക് ചെയ്യുക, നമ്മൾ ഐ കോണ്ടാക്ട് കൊടുക്കുക, ആൻഡ് ജസ്റ്റ് സ്മൈൽ. ഇതാണ് ബ്രോ ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ചെയ്താൽ സിമ്പിളാണ്. നിങ്ങളുടെ 80% ഓഫ് വർക്കും ഇവിടെ കഴിയും. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള, സ്പെസിഫിക് ആയിട്ടുള്ള ബ്രോ, ഇങ്ങനെ നിങ്ങൾക്ക് ആര് പറഞ്ഞുതരും ബ്രോ? സ്പെസിഫിക് ആയിട്ടുള്ള ഈ കാര്യം യു നീഡ് ടു ഡു ഇറ്റ്. വേറെ ഒരു ചാൻസ് ഇല്ല, വേറെ ഒരു തിങ്കിങ് നിങ്ങളുടെ മൈൻഡിൽ വരണ്ട. ഓ ബ്രോ അവിടെ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ്, ഒരു തിങ്കിങ്ങും എനിക്ക് കേൾക്കണ്ട. യു നീഡ് ടു ഡു ഇറ്റ്.
നിങ്ങൾക്കും അറിയാം ഇത് ചെയ്യണം, ശരിയാണ്, റാറ്റ് മൈൻഡ് സെറ്റിലേക്ക് പോവുകയാണ്, എനിക്ക് മാറണം. നമുക്കൊരു ഈഗിൾ മൈൻഡ് സെറ്റ് വേണം. നമുക്കൊരു ഈഗിൾ മൈൻഡ് സെറ്റ് വേണം ബ്രോ. നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം. നമ്മൾ ഒരിക്കലും വിഷം വെച്ചിങ്ങനെ സങ്കടപ്പെട്ട് ലോൺലി ആയിട്ട് ലോൺ വൂൾഫാന്ന് പറഞ്ഞിരിക്കേണ്ട ആൾക്കാരല്ല. വി നീഡ് ടു ബി ഹാപ്പി ആൻഡ് വി ഡിസേർവ് ടു ബി ഹാപ്പി ആൻഡ് യു നീഡ് ടു ഡു ഇറ്റ്. നമുക്ക് ഇപ്പോൾ എല്ലാവരും കാണും, നിങ്ങളുടെ ഫ്രണ്ട്സ് കാണും, നിങ്ങളുടെ ഫാമിലി എല്ലാവരും കാണും. പക്ഷേ നമ്മളൊരു സാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കടന്നു പോകുമ്പോൾ, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, നമ്മൾ പെട്ടുപോകുമ്പോൾ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. ആ സമയത്ത് നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ വിഷമിച്ച് പെട്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള കോൺഫിഡൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. സോ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ സോഷ്യൽ സ്കിൽസിന് ഈ 3 കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങളെ കളിയാക്കുന്നവരുണ്ടായിരിക്കാം, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടായിരിക്കാം, നിങ്ങളിങ്ങനെ നോക്കി ചിരിക്കുമ്പോൾ തന്നെ ഒരു റിയാക്ഷൻ തരാതെ ഇങ്ങനെ നടന്നു പോകുന്ന പെൺകൊച്ചുങ്ങളുണ്ടായിരിക്കാം. പക്ഷേ നമ്മളാണ് ഇവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവരെ ഇമ്പ്രൂവ് ആക്കാനല്ല നോക്കുന്നത്, ഇവിടെ നമ്മളാണ് സോഷ്യൽ സ്കിൽസ് ചെയ്യുന്നത്, അവരല്ല. സോ വി വിൽ വിൻ, നമ്മൾ വിജയിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്ന ആ വോയിസും നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്ന റെസ്പോണ്ടും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. 3ാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നൗ യു പ്ലാന്റ് ദ സീഡ്. നമ്മൾ ആ ഫീൽഡിൽ, നമ്മൾ ആ യുദ്ധം നടക്കുന്നിടത്ത് നമ്മളൊരു സീഡ് ഇപ്പം പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ആ സീഡ് തന്നെത്താനെ ഗ്രോ ചെയ്തോളൂ. എന്താണെന്ന് മനസ്സിലായോ? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. നിങ്ങൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, നിങ്ങൾ അവിടെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾ ഐ കോണ്ടാക്ട് കൊടുക്കുന്നുണ്ട്, സ്മൈൽ ചെയ്യുന്നുണ്ട്. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവരെ അറിയാം, റിയലി നിങ്ങൾക്ക് അവരെ അറിയാം. ഇത് കഴിഞ്ഞിട്ട് റിയലി നമ്മൾ ചെയ്യേണ്ടത് ആ കോൺവെർസേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി, ആ സോഷ്യൽ സ്കിൽസിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വി നീഡ് ടു ടോക്ക് ടു ദം. എല്ലാവർക്കും പേടിയുള്ള ഒരു പാർട്ടാണ് ഇത്. ഓ ബ്രോ, എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ബ്രോ, എനിക്ക് കുറേ ടെൻഷൻ വരും ബ്രോ, ഞാൻ ബ്ലാങ്ക് ആയിപ്പോവും ബ്രോ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തു പറയുന്നു എന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമേ അല്ല. പക്ഷേ നമ്മൾ സംസാരിക്കുന്നുണ്ടോ, നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടോ, അതാണ് ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചിട്ട് പേരെന്താ, വീടെന്താ, ഇങ്ങനല്ല, ഇതല്ല ക്വസ്റ്റ്യൻസ്. നമ്മൾ ചോദിക്കേണ്ട രീതിയുണ്ട്. ബ്രോ ഞാൻ നിങ്ങളെ കാണുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് റിയലി ലൈഫിൽ ചെയ്യാനുള്ള ഗോൾ എന്താണ്? നമുക്ക് എന്ത് ഡീപ്പായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അത്. നിങ്ങൾക്ക് റിയലി ലൈഫിൽ ചെയ്യാനുള്ള ഗോൾ എന്താണ്? അപ്പം റിയലി ഇവിടെ എന്താ സംഭവിക്കുന്നത്? സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ, ഞാൻ നിങ്ങളോട് ഇത്രയും ഡീപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് പറയാൻ തുടങ്ങും. ബ്രോ അതാണ് വേണ്ടത്, അതാണ് കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഒരിക്കലും നമ്മൾ ക്വസ്റ്റ്യനെയർ എഴുതുകയല്ല, നമ്മൾ അവരെ കൊണ്ട് ഏറ്റവും മാക്സിമം സംസാരിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുക. അത് സ്പെസിഫിക് ആണ്. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് ആണ് നിങ്ങൾക്ക് ആവണമെങ്കിൽ അവന് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് എന്താണ്? അവൻ ഫുട്ബോൾ ആണ്, അങ്ങനെയുള്ള ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. ജസ്റ്റ് ട്രൈ ഇറ്റ് ബ്രോ, യു വിൽ ഫീൽ ദ ഡിഫറൻസ്. കാരണം എല്ലാവർക്കും സൈക്കോളജി പരമായിട്ട് അവരെ കുറിച്ച് സംസാരിക്കാനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളത് കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറും. തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾ പറയുന്ന കാര്യമെല്ലാം ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ട്, ഇൻട്രസ്റ്റോട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അപ്പം ഞാൻ അവിടുന്ന് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ മിസ് ചെയ്യും. ബ്യൂട്ടിഫുൾ സൈക്കോളജിക്കൽ തിങ് ടു ഡു. ഒരു എക്സ്ട്രാ ട്രിപ്പും കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടെ. നിങ്ങളോട് സംസാരിക്കുക. ഇപ്പം എൻ്റെ പേര് ഞാൻ പറഞ്ഞു, അഭിഷേക് ഓറിയോൺ എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പം നിങ്ങൾ തിരിച്ചെന്നോട് സംസാരിക്കുമ്പോൾ അബി എന്താ ചെയ്യുന്നത്? ഓ അബി ഇങ്ങനെ ചെയ്യുന്നില്ലേ, ഓക്കെ. ഇങ്ങനെ ഇടയ്ക്ക് ഈ പുട്ടിനകത്ത് നമ്മൾ തേങ്ങ ഇടത്തില്ലേ, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആ പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ യുണീക് തിങ് ടു ഡു. ഐ നോ ഇതെല്ലാം എൻ്റെ ബ്രെയിനിൽ നിന്നാണ് വരുന്നത്, ഐ നോ, ബട്ട് ഡു ഇറ്റ് ബ്രോ. വളരെ വളരെ ഹെൽപ്ഫുൾ ആണ്. ഇനിയൊരു ടിപ്പ് കൂടെ ഞാൻ പറഞ്ഞിട്ടെ. നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് ആ സോഷ്യൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം, നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യണം, നിങ്ങൾക്ക് ഒരു ഗ്യാങ് പോലെ നടക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്പർ 1 തിങ് ആണ്, നിങ്ങൾ ഒരാൾ സ്ട്രേഞ്ചർ ആയിട്ട് ഒരാൾ പറയുമ്പം നമ്മൾ ടെൻഷനിലായിരിക്കും, അവരും ടെൻഷനിലായിരിക്കും. അപ്പോൾ നമ്മൾ കൈക്ക് എടുത്തിട്ട് ഓ അരുൺ, അതുൽ എന്നൊക്കെ പറയും. പക്ഷേ ആരും, നിങ്ങളും അയാളും ആ സെക്കൻഡിൽ തന്നെ പേര് മറന്നു പോയിട്ടുണ്ടായിരിക്കും, ഇല്ലേ? നമ്മൾ എത്ര സിറ്റുവേഷൻ ഇങ്ങനെ പെട്ടിട്ടുണ്ട്. പിന്നെ പേര് ചോദിക്കാനും പറ്റത്തില്ല, ഇങ്ങനെ ശരി. അപ്പൊ പിന്നെ കാണുമ്പോൾ നമ്മൾ പേര് മിണ്ടത്തേ ഇല്ല. ബ്രോ നിങ്ങളൊരു നോട്ട് പാഡ് എടുക്കുക അല്ലെങ്കിൽ കീപാഡ് എടുക്കുക, അതിനകത്ത് അയാളുടെ പേരെന്താണ് ജസ്റ്റ് നിങ്ങൾക്ക് ആ കോൺവെർസേഷൻ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പിന്നെയും കാണുന്ന ഒരാളാണ്, നിങ്ങൾ ജിമ്മിൽ പോകുന്ന ഒരാളാണ്, ജസ്റ്റ് ആ പേര് എഴുതി വെച്ചിരിക്കുക. അപ്പം പിറ്റേ ദിവസം വരുമ്പം ഇവന് നിങ്ങളെക്കുറിച്ച് ഐഡിയ കാണത്തില്ല, പേര് കാണത്തില്ല, പക്ഷെ നിങ്ങൾ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവൻ്റെ പേര് വിളിച്ചിട്ടാണ്. ഈ ലോകത്ത് എല്ലാവർക്കും സുന്ദരമായിട്ടുള്ളൊരു സൗണ്ട് അവരുടെ പേരാണ്. സോ ഡു ഇറ്റ് അരുണിമ. ബൈ. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ ട്രെയിനിൽ കയറിയിരിക്കുക, നിങ്ങൾ ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുക, അരുണിമ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരുന്നു,
റൈറ്റ്. അരുണിമ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരുന്നു, റൈറ്റ്. അപ്പോൾ അവളിങ്ങനെ ഫോണിലൊക്കെ നോക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നു, ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഐ കോണ്ടാക്ട് തന്നു, നിങ്ങളെ സ്മൈൽ ചെയ്തു. ഹൗ യു ഫീൽ? ആ ഫീലിംഗ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ കാറ്റ് നല്ലോണം അടിക്കുന്നു, സുന്ദരിയായിട്ടുള്ള ഇങ്ങനെ കമ്മലൊക്കെ ഇട്ടിട്ടുള്ള അരുണിമ നിങ്ങളെ നോക്കി സ്മൈൽ ചെയ്യുന്നു. ഹൗ യു ഫക്കിംഗ് ഫീൽ? ഡോണ്ട് ലൈ ടു മീ, ഡോണ്ട് ലൈ ടു മീ. ഹൗ യു ഫീൽ? ഗുഡ്, റൈറ്റ്. അത്രേ ഉള്ളൂ. നിങ്ങൾ ഇതൊരാളോട് തിരിച്ചു ചെയ്യുമ്പോഴും ഇതേ ഫീൽ തന്നെയാണ് ഉണ്ടാവുന്നത്. സ്ട്രെയിറ്റ് അല്ലേ? ഇതേ ഫീൽ തന്നെയാണ് ഉണ്ടാവുന്നത്. നമ്മൾ ഗേസ് സെക്സിനൊന്നും പോകല്ലോ, ബട്ട് ഇതേ ഫീൽ തന്നെയാണ് ഉണ്ടാവുന്നത്. അല്ല, വിയർഡ് ആവുമ്പോൾ, ക്രീപ്പി ആവുമ്പോഴാണ് പ്രശ്നമാവുന്നത്. ഇത് മാത്രം നമ്മൾ മനസ്സിലാക്കാതെ, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം നിങ്ങളോട് ഒരാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ആവും? നമുക്ക് ബ്ലെസ്ഡ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ട് ഫീൽ ആവും ബ്രോ, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട് എന്ത് പറയുന്നു, നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ എന്ത് പറയുന്നു, എൻ്റെ അങ്കിളിന്റെ മോൻ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണോ? നോ. ഇതുപോലുള്ളവന്മാരെ ജസ്റ്റ് അവോയ്ഡ് ചെയ്യുക. നെഗറ്റീവ് പീപ്പിൾസിനെ അവോയ്ഡ് ചെയ്യുക. ഡോപ്പമിൻ ഡീറ്റോക്സ് ചെയ്യുക. അതിന്റെ സീരിയസ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിലുണ്ട്. ഡോപ്പമിൻ ഡീറ്റോക്സിന്റെ സീരീസ് നിങ്ങൾ കാണുക, അത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ഒരിക്കലും എപ്പോഴും ഹാപ്പി ആയിരിക്കത്തില്ല ബ്രോ. നമ്മൾ എപ്പോഴും എല്ലാവരുടെയും കൂടെ ആയിരിക്കത്തില്ല നിൽക്കുന്നതും നടക്കുന്നതും ഒക്കെ. നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. ചിലപ്പോൾ നമ്മൾ വിഷമിക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ ലോൺലി ആയിട്ടുള്ള പാത്തിൽ കൂടെ പോകേണ്ടി വരും. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, വി വിൽ നെവർ എവർ ഗിവ് അപ്പ്. We will never ever give up. Say it with me. We will never ever give up. You will never walk alone because we are the said group. This is not the end. This is the beginning. Love you, brother. Umma. Bye.